രാഷ്ട്രീയ പ്രതിയോഗികളെ അവഹേളിക്കാൻ മാത്രം ഇഡിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് സമൻസ് അയക്കേണ്ടി വന്നപ്പോൾ അത് പരമരഹസ്യമാക്കി. മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരാകാതിരുന്നിട്ടും തുടർ നടപടികളൊന്നും സ്വീകരിക്കാതെ, ഒരു കുഞ്ഞു പോലും ഇക്കാര്യങ്ങളൊന്നും അറിയാതെ ഇഡി ജനാധിപത്യ മര്യാദ പുലർത്തി. പാർട്ടി നേതാക്കളെ ഇഡി വേട്ടയാടുന്നു എന്നാരോപിച്ച് സമരം ചെയ്ത CPM പോലും ഈ ജനാധിപത്യ ഒത്തുതീർപ്പ് അറിഞ്ഞോ എന്ന് സംശയമാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഹാജരാകാൻ ഇഡി സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. എന്തായാലും വിവേക് കിരൺ ഹാജരായതുമില്ല, ഇഡി അത് കാര്യമാക്കിയതുമില്ല. കൗതുകം അതൊന്നുമല്ല. രാഷ്ട്രീയ വേട്ടയാടലിനെ കുറിച്ച് നിരന്തരം പരാതി പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇന്നേ വരെ ഇങ്ങനെയൊരു നടപടി മകനെതിരെ ഉണ്ടായതായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ വിലാസത്തിൽ വന്ന സമൻസ് ആയിട്ടും പിണറായി മിണ്ടിയില്ല, ഇഡി മിണ്ടിയില്ല. ആരും മിണ്ടാതെ, ആരും അറിയാതെ ആ സമൻസ് മുങ്ങിപ്പോയി. പാർട്ടി പോലും അറിഞ്ഞോ എന്ന് വ്യക്തമല്ല. തോമസ് ഐസക് അടക്കമുള്ള പാർട്ടി നേതാക്കളെ ഇഡി വേട്ടയാടുന്നു എന്നാരോപിച്ച് സമരം ചെയ്ത CPM അറിയാതെയാണോ ആ സമൻസ് വന്നതും പോയതുമെന്ന് പാർട്ടി തന്നെയാണ് പറയേണ്ടത്.